മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല 24 ചേരുകയാണ്. എന്താണ് നമ്മുടെ നിലമ്പൂരിലെ ഒരു പ്രതീക്ഷ എന്താണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? നിലമ്പൂരിൽ UDF വൻ വിജയം നേടാൻ പോവുകയാണ്. ഇതുവരെ നിലമ്പൂരിൽ കിട്ടാത്ത വൻ ഭൂരിപക്ഷത്തോടെ ആര്യടൻ ഷൗക്കത്ത് വിജയിക്കാൻ പോവുകയാണ്. ജനങ്ങളുടെ വികാരം അതാണ്. കാരണം ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പാണ്. കേരളത്തിൽ 9 വർഷക്കാലമായി ഭരിച്ചു മുടിച്ച ഇടതുപക്ഷ സർക്കാരിൽ നിന്നൊരു മോചനം ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ആ മോചനം നിലമ്പൂരിലൂടെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു സെമി ഫൈനലായി കണ്ടുകൊണ്ട് മുഴുവൻ UDF പ്രവർത്തകന്മാരും ഒരു മനസ്സോടെ ഒരുമിച്ച് രംഗത്തിറങ്ങി പ്രവർത്തിക്കുകയാണ്. നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കും. ഈ KC-യുടെ പെൻഷനുമായി ബന്ധപ്പെട്ട പരാമർശം ഇടതുപക്ഷം വലിയ ആയുധമാക്കിയിരിക്കുകയാണ്. ഇവിടെ KC പാവപ്പെട്ട ജനങ്ങളെ അപമാനിച്ചു, മാപ്പ് പറയണമെന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ആവശ്യം. യഥാർത്ഥത്തിൽ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ്, വഞ്ചകരാണ് എന്നുള്ള അദ്ദേഹത്തിന്റെ നിലപാടാണ് ഇവിടെ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത്. മലപ്പുറത്തെ ജനങ്ങളെ അപമാനിക്കുക CPM-ന്റെ സ്ഥിരം പരിപാടിയാണ്. അച്യുതാനന്ദൻ പണ്ട് പറഞ്ഞു, ഇവിടുത്തെ കുട്ടികളൊക്കെ കോപ്പി അടിച്ച് ജയിക്കുന്നവരാണ്. വിജയരാഘവൻ എത്രയോ തവണ മലപ്പുറത്തെ ജനങ്ങളെ അപമാനിച്ചു. ഇപ്പൊ മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ഹിന്ദുവിന് കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ തന്നെ പറഞ്ഞു, ഇവിടെ സ്വർണ്ണക്കള്ളക്കടത്തും അതോടൊപ്പം തന്നെ സ്വർണം പൊട്ടിക്കലും മലപ്പുറത്താണ് നടക്കുന്നത്. അപ്പോൾ മലപ്പുറത്തെ ജനങ്ങളെ നിരന്തരമായി അപമാനിക്കുന്ന പ്രവർത്തനമാണ് CPM നേതാക്കന്മാർ, മുഖ്യമന്ത്രി അടക്കമുള്ളവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അദ്ദേഹം പറഞ്ഞത് എന്താ? ചതിയന്മാരാണ് മലപ്പുറത്തെ ജനങ്ങൾ, ചതിയന്മാരാണോ? മലപ്പുറത്തെ ജനങ്ങളെ അങ്ങനെ ചിത്രീകരിക്കുന്നത് ശരിയാണോ? എന്നും മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഈ ജില്ലയിലെ ജനങ്ങളെ അപമാനിച്ച മുഖ്യമന്ത്രിയാണ് മാപ്പ് പറയേണ്ടത്. പെൻഷന്റെ കാര്യത്തിൽ പറഞ്ഞ എന്താണ് അത് നമ്മൾ കാണണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 7 മാസത്തെ പെൻഷൻ കൊടുത്തില്ല, എല്ലാം കൂടെ പിടിച്ചു വെച്ചു. എന്നിട്ട് ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് തലേ ദിവസം ആളുകളുടെ കയ്യിൽ പണം കൊടുക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ഈ പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇപ്പോഴും അത് തന്നെയാണ്. ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും 3-4 മാസത്തെ പെൻഷൻ പിടിച്ചു വെക്കുക, ഒരുമിച്ച് പെൻഷൻ കൊടുക്കുക. അപ്പൊ ഇനി വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ ചെയ്യുന്ന എന്താണ്? എല്ലാ മാസവും കൊടുക്കേണ്ട പെൻഷൻ കൊടുക്കാതെ ഇത് പിടിച്ചു വെച്ച് ആളുകൾക്ക് ഈ പണം ഒരുമിച്ച് കൊടുത്തിട്ട് അവരെ വോട്ട് തേടുന്ന ഒരു തെറ്റായ രാഷ്ട്രീയമാണ് അവർ ചെയ്യുന്നത്. ഇതിനു മുമ്പ് വേറെ കൂടെ ചെയ്തു. ഉച്ചക്കഞ്ഞിയുടെ അരി ഇങ്ങനെ കൊടുക്കാതെ, കുട്ടികൾക്ക് കൊടുക്കാതെ പിടിച്ചു വെച്ചു. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഈ അരിയെല്ലാം കൂടി ഒരുമിച്ച് കൊടുക്കുക. ഞാൻ അതിനെ വിമർശിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞാൻ അന്ന് കത്ത് കൊടുത്തിരുന്നു. അപ്പം സമയാസമയങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കേണ്ട പെൻഷനും കുട്ടികൾക്ക് കൊടുക്കേണ്ട അരിയും ഒന്നും കൊടുക്കാതെ തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പ് കൊടുത്ത് വോട്ട് തട്ടുന്ന പ്രവർത്തനത്തെ പറ്റിയാണ് KC വേണുഗോപാൽ പറഞ്ഞത്. അതിലെന്ത് തെറ്റാണുള്ളത്? എവരെ എക്സ്പോസ് ചെയ്യല്ലേ ചെയ്തത്. അതുകൊണ്ട് CPM-ന് ഈ കള്ളത്തരങ്ങൾ ചെയ്ത് CPM ജയിക്കാൻ ശ്രമിക്കുന്നതിനെ തുറന്നു കാട്ടുകയാണ് KC വേണുഗോപാൽ ചെയ്തത്. അതൊരു തെറ്റുമില്ല, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ മറ്റൊരു കാര്യം, താങ്കൾ PV അൻവറുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി തവണ ചർച്ച നടത്തിയിട്ടുള്ള ഒരാളാണ് UDF-നെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പക്ഷെ അതൊന്നും മൊത്തത്തിൽ ഒന്നും നടക്കാതെ പോയൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇനി എന്തെങ്കിലും ആ വിഷയത്തിൽ പ്രതീക്ഷയുണ്ടോ? ആ വാതിൽ പൂർണ്ണമായിട്ട് അടഞ്ഞോ? ഒരു പ്രതീക്ഷയുമില്ല. അദ്ദേഹം മത്സരിക്കുമെന്ന് പറഞ്ഞിരിക്കല്ലേ, മത്സരിക്കട്ടെ. ഞങ്ങൾക്ക് അതിലൊരു ഭയവുമില്ല. ഞങ്ങൾ അതിനെല്ലാം നേരിട്ടുകൊണ്ട് UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് വൻ വിജയം നേടും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം അൻവറുമായിട്ടൊരു ചർച്ച ആലോചിക്കാവുന്നതല്ലേ? ഒരു ചർച്ചയും ഇപ്പം ഇല്ല. നാളത്തെ രാഷ്ട്രീയം എന്താണെന്ന് എനിക്ക് ഇപ്പം പറയാൻ കഴിയില്ല. ഞാൻ ജോലിസിനൊന്നുമല്ല. പക്ഷെ ഇപ്പോൾ നിലവിൽ ഒരു തരത്തിലുമുള്ള ചർച്ചയില്ല. K. സുധാകരൻ പറഞ്ഞത് PV അൻവറുമായി ബന്ധപ്പെട്ട് അൻവറിനെ തള്ളിയിട്ടില്ല എന്നുള്ളതാണ്. അദ്ദേഹം എന്റെ കൈപ്പിടിച്ച് വളർന്നു വന്ന നേതാവാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ ശരിയാണ്. നമ്മുടെയൊക്കെ കാലം ഞാൻ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ അദ്ദേഹത്തെ ജില്ലാ വൈസ് പ്രസിഡന്റാക്കി നോമിനേറ്റ് ചെയ്യുന്നത്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഇന്നത്തെ നിലപാട് എന്ന് പറയുന്നത് ഞങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ ഇവിടെ ജയിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ളതാണ്. അൻവറുമായിട്ടൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഇപ്പോൾ യാതൊരു പ്രസക്തിയുമില്ല. അതൊരു അടഞ്ഞ അധ്യായമാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു ചർച്ച നടന്നാൽ അത്ഭുതപ്പെടാനില്ല. ആ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന കാര്യങ്ങളെ പറ്റി ഇപ്പോൾ പറയേണ്ട കാര്യം എന്താണ്? ഇപ്പോഴത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കൂ. ഇപ്പം നിലവിൽ യാതൊരു ചർച്ചയുമില്ല. നാളെ ചർച്ച ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ വളരെ വ്യക്തമാണ്, ഞങ്ങളുടെ പോരാട്ടം ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. ഞങ്ങളുടെ പോരാട്ടം LDF-ഉം UDF-നെ തമ്മിലുള്ള പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ UDF വൻ വിജയം നേടും. നിലമ്പൂരിൽ ആദ്യ കൺവെൻഷൻ നടത്തിയത് മുസ്ലിം ലീഗ് ആയിരുന്നു. പ്രഖ്യാപനം വരുന്നതിന് മുൻപ് ആ ഒരു ആവേശ ഊർജ്ജം ലീഗിൽ ഇപ്പോഴും കാണുന്നുണ്ടോ? 100% മുസ്ലിം ലീഗ് കോൺഗ്രസിനേക്കാൾ മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. എല്ലാ പ്രവർത്തകരും ഒരുമിച്ച് ഒരു മനസ്സോടെ പ്രവർത്തിക്കുകയാണ്. ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല.
കാരണം ഇത് ജയിക്കേണ്ടത് കേരളത്തിന്റെ ആവശ്യമാണെന്ന് കണ്ടുകൊണ്ട് എല്ലാവരും ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ നടത്തുകയായിരുന്നു. അൻവറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ചർച്ചയില്ല എന്നുള്ള കാര്യം തീർത്ത് പറയുകയാണ് രമേശ് ചെന്നിത്തല. ക്യാമറാമാൻ മുഹമ്മദ് അർഷകിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം.